പവർ ബി ഐയിൽ ബുക്ക് മാർക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. ബേസിക്കലി ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഡാഷ്ബോർഡിൻ്റെ ഈ വിഷ്വലിനെ ജസ്റ്റ് ഒരു സ്നാപ്ഷോട്ട് പോലെ എടുത്തു വെച്ചിട്ട് സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ അതിനൊരു പേരും കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ ഡാഷ്ബോർഡിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞിട്ട് വീണ്ടും സേവ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതിൽ നമ്മൾ വരുത്തുന്ന ഓരോ മാറ്റം ഒരു ഇമേജ് പോലെ അവിടെ സേവ് ആവും. ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഈ വ്യൂ ടാബിൽ പോകണം. ഇതിൻ്റെ അകത്ത് ബുക്ക് മാർക്സ് സെലക്ഷൻ എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻസ് ഉണ്ട്. ബുക്ക് മാർക്സിൽ ക്ലിക്ക് ചെയ്താൽ ബുക്ക് മാർക്ക് സെലക്ഷൻ ഓൺ ആയിട്ട് വരും. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സെലക്ഷൻ കൂടെ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഫിൽറ്ററും ഓൺ ചെയ്ത് വെച്ചിട്ട് ഫിൽറ്റർ ചെയ്യുന്ന കാര്യവും സ്നാപ്ഷോട്ട് പോലെ കീപ്പ് ചെയ്തിട്ട് ബുക്ക് മാർക്ക് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് രണ്ടും പറഞ്ഞു തരാം. ഇതിൽ നമ്മളിപ്പോൾ ഒരുപാട് വിഷ്വൽസ് കാണുന്നുണ്ട്. ആ എല്ലാ വിഷ്വൽസും നമുക്കിവിടെ കാണാൻ പറ്റും. ബുക്ക് മാർക്സ് സെക്ഷൻ്റെ അകത്ത് ഞാൻ ബുക്ക് മാർക്സ് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ എംപ്റ്റി ആയിട്ട് കിടക്കുന്നത്. ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ ഈ വിഷ്വൽസും കാണുന്ന ഒരു ബുക്ക് മാർക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി എല്ലാ വിഷ്വൽസിനും നമ്മുടെ ഐ ഓപ്പൺ ആണ്, അതായത് ഇതാരും ഹൈഡ് അല്ല. അപ്പോൾ ഈ ഒരു സ്നാപ്ഷോട്ട് വെച്ചിട്ട് ഞാനൊരു ബുക്ക് മാർക്ക് ക്രിയേറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഇവിടെ ആഡ് എന്ന് കൊടുക്കുന്നു. ബുക്ക് മാർക്കിൻ്റെ പേര് റീനെയിം ചെയ്യാം. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടും ചെയ്താൽ മതി. ഞാനിതിന് ഓൾ വിഷ്വൽസ് എന്ന് പേര് കൊടുക്കുന്നു. ഇനി ഞാൻ അടുത്തൊരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്യാണ്. അതിലെനിക്ക് ഈ കാർഡ് വിഷ്വൽസ് ഒന്നും ഉൾപ്പെടുത്തണ്ട. അപ്പം ഞാൻ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ കാർഡ് വിഷ്വൽസും ഹൈഡ് ചെയ്ത് വെക്കും. വീണ്ടും ഞാൻ ആഡിൽ പോകുന്നു. ഇതിൽ കാർഡ്സ് ഒന്നും ഇല്ലല്ലോ, അപ്പം ഞാനിതിന് വിത്തൗട്ട് കാർഡ് എന്ന് പേര് കൊടുക്കാം. അല്ലെങ്കിൽ നോ കാർഡ്സ് എന്ന് ജസ്റ്റ് നോ കാർഡ്സ് എന്ന് പേര് കൊടുക്കാം. സേവ് കൊടുത്തു. ഇപ്പം ഞാൻ 2 ബുക്ക് മാർക്സ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അത് നമുക്ക് വ്യൂ ചെയ്തിട്ട് നോക്കാം. ഓൾ വിഷ്വൽസിൽ എല്ലാ വിഷ്വൽസും കാണുന്നുണ്ട്. നോ കാർഡ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കാർഡ് മാത്രം പോയിട്ടുണ്ട്. ഇതിൽ ഞാൻ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ബട്ടൺ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിന് ഇൻസേർട്ട് ഓപ്ഷനിൽ പോകണം. അപ്പം ബട്ടൺ ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഇൻസേർട്ടിൽ ബട്ടണിൽ വന്നു കഴിഞ്ഞ് താഴെ നാവിഗേറ്ററിൽ ബുക്ക് മാർക്ക് നാവിഗേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 2 ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 എണ്ണത്തിൽ മാത്രം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് ഫസ്റ്റ് ഓൾ വിഷ്വൽസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓൾ വിഷ്വൽസ് ഇതിലേക്ക് വരുന്നു. വീണ്ടും കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് നോ കാർഡ്സിൽ സെലക്ട് ചെയ്യുന്നു. കാർഡ്സ് ഹൈഡായിട്ട് പോയി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബുക്ക് മാർക്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ വിഷ്വൽസ് ആണോ ഓഡിയൻസിനെ കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബട്ടൺ വെച്ചിട്ട് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു എക്സ്ട്രാ കസ്റ്റമൈസേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾ വിഷ്വൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുഴുവൻ വിഷ്വൽസ് കാണാൻ പറ്റും. നോ കാർഡ്സിലേക്ക് പോകുന്ന സമയത്ത് അത്രയും ഒരു സ്പേസ് നമുക്ക് എംപ്റ്റി ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു സ്പേസ് വേണമെങ്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ആ ഒരു സ്ഥാനത്തെയും കൂടെ നമുക്ക് നെക്സ്റ്റ് ഒരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ നോക്കാം. പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് 2 വാല്യൂസ് കൊടുക്കണം. നമ്മൾ പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് ഓൾ വിഷ്വലിലേക്ക് പോകുന്ന സമയത്ത് ആ കാർഡ് അതിനെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ബുക്ക് മാർക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ലെവൽ കൂടെ എക്സ്ട്രാ കസ്റ്റമൈസേഷൻ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചെയ്യാൻ പറ്റും.